നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ കളി അതിനിർണായകമാണ്. ഇതുകൂടി തോറ്റാൽ ഈ സീസൺ ആകെ കീഴ്മേൽ മറിയുന്ന അനുഭവമായിരിക്കും അൽ നസറിനുണ്ടാവുക. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കിരീടം ഏതാണ്ട് കൈവിട്ട മട്ടാണ്. AFC ചാമ്പ്യൻസ് ലീഗ് പക്ഷേ അവർക്ക് വിജയിച്ച് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ യോഗ്യത നേടാനുള്ള അവസാന അവസരം അതവർക്ക് മുതലെടുക്കണം. എന്നാൽ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ അല്ലൈനിലിട്ട് അവരെ തോൽപ്പിച്ചിരുന്നു. രണ്ടാം പാദം ഇതാ റിയാദിൽ വെച്ച് നടക്കാൻ പോകുന്നു. തിരിച്ചടിച്ച് പറ്റൂ എന്ന് ഉറപ്പിച്ചാണ് ഇപ്പോൾ അൽ നസർ ഇറങ്ങുന്നത്. അതിനുവേണ്ടി അവരുടെ പ്രിപ്പറേഷൻസ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് റിയാദിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് റജദ് അൽ നജാർ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ അൽ നസറിൻ്റെ വിദേശ താരങ്ങൾ ആരൊക്കെയായിരിക്കും? നമുക്കറിയാമല്ലോ, ഇപ്പം വിദേശ താരങ്ങൾ എത്ര പേരെ കളിപ്പിക്കാം എന്നുള്ളതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 6 വിദേശ താരങ്ങളെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പറ്റുക. ഏതായാലും അൽ നസർ ഈ മത്സരത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിദേശ താരങ്ങൾ അലക്സ് ടെല്ലസ്, ഒറ്റാവിയോ, ബ്രസോവിച്ച്, സാദിയോ മാനെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇങ്ങനെ 5 വിദേശ താരങ്ങളെയാണ് ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉറപ്പാക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഗോൾ കീപ്പറായിട്ട് റജദ് അൽ നജാർ സ്റ്റാർട്ട് ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി വരുന്നു. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും ഒരു റഫായിട്ടുള്ള വീക്കാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അതിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അടുത്ത മത്സരം അതിനിർണായകമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.